ഇപ്പം നമ്മള് കോട്ടയത്ത്. കോട്ടയത്തല്ല, പിന്നെ ഏറ്റുമാനൂർ കോട്ടയം റൂട്ടിൽ. നമ്മൾ ഇന്നലെ ഏറ്റുമാനൂർ വന്നു, രാത്രി വന്നത് എന്തിനാ? നമ്മൾ ആമ്പൽ വസന്തം കാണാൻ പോവാ. നമ്മൾ രാവിലെ ചെല്ലണം, ഇല്ലെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും പൂവിടർന്നതെല്ലാം എന്നാ പറയുന്നേ, പറിച്ചോണ്ട് പോവല്ലോ, വാടും. ഈ വെയിൽ വന്നു കഴിയുമ്പോഴത്തേനും ആമ്പൽപ്പൂ എല്ലാം വാടും. അതുകൊണ്ട് അതിന് മുമ്പേ നമ്മൾ രാവിലെ പോവുക, ആമ്പൽ വസന്തം കാണാൻ പോവാ. നമ്മളിന്ന് സ്വാഗതം. നമ്മൾ മലരിക്കലാ പോകുന്നത്, കോട്ടയം ജില്ലയിലെ മലരിക്കൽ അല്ലേ? ആ, പോയി കാണാം നമുക്ക്. അപ്പം നമ്മൾ കയറി ഇറങ്ങിയതാണ് നാഗമ്പടം പാലം കേട്ടോ, പുതിയ പാലം. നമ്മൾ നേരത്തെ ഒക്കെ ഈ കോട്ടയത്ത് വന്നിട്ട് ഏറ്റുമാനൂരോട്ട് പോകാൻ വരുമ്പോഴേ ബസ്സിനൊക്കെ വരുമായിരുന്നു, ഞാനും അച്ഛമ്മച്ചയും കൂടെ. അപ്പം നമ്മൾ അവിടെ സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് ഇതിലൂടെ സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് നിൽക്കും. ഇതാ കോട്ടയം അല്ലേ? കോട്ടയത്തില്ലേ? കോട്ടയം എത്തി. കോട്ടയം അക്ഷര നഗരി എന്നാണ് കോട്ടയം അറിയപ്പെടുന്നത്. കോട്ടയത്ത് നമ്മളെ കുമരകം റൂട്ടിൽ പോകണം, കുമരകം റൂട്ടിൽ. അപ്പൊ നമുക്ക് ഏതായാലും അവിടെ വരെ പോകുന്നില്ലേ, കുമരകമൊക്കെ പോയി ഹൗസ് ബോട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് വന്നാലോ? വേണ്ട നമുക്ക് 9 മണിയാവുമ്പോ സർവീസിന് കൊടുക്കാം. പച്ചയാന്ന് തോന്നല്ലേടാ? അല്ല, ബ്ലാക്ക് വണ്ടിയെ സർവീസിന് കൊടുക്കണ്ടേ? അയ്യോ, വണ്ടി നേരത്തേനും അല്ലെങ്കിൽ വണ്ടി കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നെങ്കിൽ, അപ്പോഴേക്കും ആമ്പല് കാണുമല്ല. വണ്ടിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് പോയി ഹൗസ് ബോട്ടിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വൈകിട്ട് വന്നാൽ മതിയായിരുന്നല്ലേ? ഇത് മീനച്ചിലാറല്ല, ഇത് നമ്മൾ ചെല്ലുന്നത് താഴത്തങ്ങാടിയാ. ആറിന്റെ പേരെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അവിടുന്ന് വരുന്നതോ എല്ലാം അങ്ങോട്ട് പോകുന്നതായിരിക്കും. അതുണ്ടോ ഒരു പാലം, പഴയ ഒരു പാലം അല്ലേ? ഉണ്ടോ? ഏതാണ് സ്ഥലം? അവിടെ ചെല്ലുമ്പോ നോക്കാം. അറവുപുഴ. ഇതിന്റെ സംഭവം എന്താ? ഇല്ലിക്കൽ ജംഗ്ഷൻ. ഈ ഇല്ലിക്കൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകണം നമുക്ക്. റൈറ്റ് പോയ കുമരകം, ലെഫ്റ്റ് പോയ തിരുവാർപ്പം എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. ഈ വഴിയാ ചെന്നിട്ടാണ് നമ്മൾ മലരിക്കലോട്ട് പോകുന്നത്. തിരുവാർപ്പൊക്കെ നമ്മള് ബസ്സിൽ ഇങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. കുഞ്ഞി പരിപ്പെന്ന് പറയുന്ന സ്ഥലമുണ്ട് കോട്ടയത്ത്. ബസ്സിൽ അത് നമ്മൾ അങ്ങോട്ട് കട്ടപ്പന പരപ്പ്. ഇത് പരിപ്പ്, തിരുവാർപ്പ്. അവിടെ ചപ്പാത്തുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, വെറൈറ്റി പേരുകളാ. ഈ ബസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെക്കുമല്ലോ സ്ഥലപ്പേരല്ല. ചുങ്കം, വാരിശ്ശേരി, പരിപ്പ് എന്നെല്ലാം ഇവിടെ ഉള്ള സ്ഥലങ്ങളാ. ഇവിടെ ഒക്കെ എല്ലാം നല്ല നിരപ്പ് സ്ഥലങ്ങളാ അല്ലേ? നമ്മള് വന്ന വഴിയിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് എടുത്തു കേട്ടോ. ലെഫ്റ്റ് എടുത്തിട്ട് ഇപ്പൊ പോകുമ്പോ അറിയാം, പിന്നെ വരുമ്പോ അതൊന്നും കുഴപ്പമില്ല, കറക്റ്റ് റൂട്ടായി പൊക്കോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചോദിച്ചു പോകുന്ന പോലെ ഇപ്പൊ പിന്നെ അങ്ങനെ നോക്കണ്ടല്ലോ, ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് പോകാലോ. ഇതെല്ലാം സൗകര്യങ്ങളായല്ലേ? വഴി ചോദിക്കാതെ പോകാനോ? മാപ്പ് നോക്കി പോകുമ്പോ വല്ല ഇവിടെ എന്നാ പറയുന്നത്, റോട്ടിലൊക്കെ പോയി ചാടാൻ നോക്കിക്കോണോ? കഴിഞ്ഞ ദിവസം ആരാ നമ്മളോട് അങ്ങനെ പറഞ്ഞത്? അല്ലല്ല, ഏതോ ഒരു അമ്മച്ചി നമ്മളോട് പറഞ്ഞായിരുന്നല്ലോ, മാപ്പ് നോക്കി അങ്ങ് പോക്കോണോന്ന്. അച്ഛമ്മയല്ലേ? അച്ഛമ്മ പറഞ്ഞു. ശരിയാ, നമ്മള് വഴി ആരോടെ ചോദിക്കുന്ന കാര്യം പറഞ്ഞു. ആരോടും ചോദിക്കൊന്നും വേണ്ട, മാപ്പ് നോക്കി അങ്ങ് പോക്കോണോന്ന്. ഇടയ്ക്ക് വേറെ ആരോടും ചോദിക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കൺഫേം ചെയ്യാം. ഈ സ്ഥലത്തിന്റെ പേര് കാഞ്ഞിരം ജട്ടി എന്നാ കേട്ടോ. കാഞ്ഞിരം ജട്ടി അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. കാഞ്ഞിരം പിയോ. നമ്മളിപ്പം കാഞ്ഞിരം ജട്ടി എത്തി. ഇവിടുന്ന് ഇനി ഒരു 1.25 കിലോമീറ്റർ കൂടെയാണ് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് കാണിക്കുന്നത്. ഇത് കൊള്ളാല്ലേ? ഇതന്നെ വലിയ പാലം അല്ലേ?
ഇതിന് അടിവഴി ബോട്ടൊക്കെ പോകാനായിട്ട് ഇങ്ങനെ പൊക്കിപ്പണിതായിരുന്നേ. അപ്പൊ ഇനി ഇത് ബോർഡ് നേരെ മലരിക്കൽ. അവിടെ കാഞ്ഞിരം ജെട്ടി വന്നു കഴിഞ്ഞ് നേരെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, മലരിക്കൽ എന്നും പറഞ്ഞ്. നമ്മള് പ്രതീക്ഷിച്ച പോലെ അല്ല, ആളുണ്ട് ഇഷ്ടംപോലെ ആളുണ്ട്. പക്ഷെ നമ്മള് വള്ളക്കാരനെ ബുക്ക് ചെയ്തു. രാവിലെ മഴയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആളുണ്ട് അല്ലേ? ആളും ഉണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ശനി ഞായറും ഒക്കെ തിരക്കാൻ തോന്നുന്നേ. പിന്നെ ഇഷ്ടംപോലെ വള്ളങ്ങളുണ്ട് കേട്ടോ. വള്ളങ്ങളെ അകത്തോട് പോകാൻ അവിടെ കുറെ വള്ളം സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഞാൻ നേരത്തെ ഓർക്കുമായിരുന്നു ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴേ ഈ ആൾക്കാർ എന്തിനാ ഇതിനകത്ത് ആമ്പൽപ്പൂ പറിക്കുന്നതെന്നേ. പക്ഷെ ഇവര് പറിക്കുന്നതല്ല, ഈ വഴി സൈഡിൽ കൂടെ എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് അവര് വീട്ടിൽ നിന്ന് അവരുടെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വിൽക്കുന്നതാന്ന് തോന്നുന്നു. പറിച്ചോണ്ട് വരുന്നതാന്ന് തോന്നുന്നു. അല്ല, ഇവർക്ക് പറിക്കാൻ വേണ്ടി എത്രയോ ഏക്കറുണ്ട്. ഇത് 800 ഏക്കർ എങ്ങാണ്ടാണ് ടോട്ടല്. അത് കണ്ടോ, എത്രയോ ഏക്കർ ഈ 30 രൂപയ്ക്ക് എങ്ങാണ്ട് പറിച്ച് വിൽക്കാൻ വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് എങ്ങാണ്ട് അനുമതി കൊടുത്തേക്കും. അങ്ങനെയാണോ? അതാ ഇതാണ്ട് ചേച്ചിമാര് പൂ വിൽക്കാനായിട്ട് നിക്കുന്നുണ്ടോ. നമുക്ക് ആ പാലം ഉണ്ടല്ലോ, ഇവിടെ എങ്ങാണ്ട് ഒരു പാലം ഉണ്ടല്ലോ. അതാ പാലം ആണോ? ഇവിടെ പറഞ്ഞത് പറഞ്ഞത് അതാ പാലം അല്ലേ? ഇഷ്ടം പോലെ ആൾക്കാർ പൂ വിൽക്കാൻ നിപ്പുണ്ട്, ചേച്ചിമാരാ. നല്ല അടിപൊളി പൂക്കളാ അല്ലേ? 50 രൂപ. ഇത് നമ്മള് വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്നോ? വേറെ കൃഷിയുണ്ടോ? ആണോ? സ്വന്തം പാടത്തുനിന്ന് പറിക്കുന്നോ? അപ്പൊ ഇതിനകത്ത് ആരും പറിക്കരുത്. ഇത് പറിക്കരുത്. ഇത് പറിക്കരുത്. പറിച്ചാ അതിന്റെ ഭംഗി പോയില്ലേ? അതെ അതെ അതെ. ഇതിപ്പോ ചില്ലറ ഇല്ലല്ലോ. എന്നാ ഇന്ന് ഗൂഗിൾ പേ ചെയ്യട്ടെ? പിന്നെ ഉണ്ടെന്നേ. ഇപ്പൊ ആർക്കും ഗൂഗിൾ പേ ഇല്ലാതെ? ആണോ? ദൈവമേ, ഗൂഗിൾ പേ ഇല്ലാത്ത ഒരാള്. കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പോയിട്ടിപ്പോ. അതെ അതെ. ഇതുകൊണ്ടേ വെള്ളത്തിലിട്ട് വെച്ചാ 2-3 ദിവസം ഇങ്ങനെ നിക്കുമെന്നാ പറഞ്ഞു. ഇത് കണ്ടോ, അവിടെ ഒരു ഹോട്ടലുണ്ട്, അതിലോട്ട് കയറാനുള്ള പാലം ഇത്, തടിപ്പാലം. ഇത് ഇവിടെ മാത്രം ഒരു കറുത്ത് കൊടുക്കുന്നില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഇടയിലേ ഉള്ളൂ. ഇത് കണ്ടോ, അതേ നമ്മുടെ ആമ്പൽപ്പാടം. കുറച്ച് വെള്ളത്തേൽ അങ്ങോട്ട് പോയാലോ കൂടുതലുള്ളതെന്ന് തോന്നുന്നു. നമ്മളെ അതിന് നടുക്കൊക്കെ കൊണ്ട് നിർത്തും ഫോട്ടോ എടുക്കാൻ. എല്ലാം വെള്ളം പോകുന്നുണ്ടോ? ഈ സന്തോഷം കൊണ്ട് എടുത്ത് അതിനകത്തോട്ട് ചാടിയേക്കല്ലോ കേട്ടോ. അതെ അതെ. ഇങ്ങനെ ഇതെല്ലാം മറ്റേ പായല കേട്ടോ കുഞ്ഞി. ഇതിനകത്ത് അടിയിലോട്ട് വെള്ളമാ. ഇതിന് ആ ചേട്ടൻ പറഞ്ഞു കായൽപ്പോള അല്ല, 4 അടി 5 അടി ആഴമുള്ളൂ നമ്മുടെ ആ ചേട്ടന്റെ ചെസ്റ്റിന്റെ അത്ര. പക്ഷെ ഇതിന്റെ വള്ളി ചേർന്ന് പറഞ്ഞ ചെളി. ഇത് ഇവിടെ മറ്റേ ഇതുണ്ടോ, ഈ ഈ കളറിലെ ആമ്പൽപ്പാടം. ഇവിടെ ഒരു ചെറിയ തോട് പോലെ, അതിനകത്തൂടെ വെള്ളപ്പൂക്കൾ നിൽപ്പുണ്ട്, വെള്ള ആമ്പൽ. ഇതിനകത്ത് ചെറിയ തോട്ടിലല്ലേ? ചേട്ടൻ വരട്ടെ, നമുക്ക് എന്നിട്ട് ബോട്ടിൽ പോകുമ്പോൾ കാണാം. എന്താ വെള്ള കളറിലെ ആമ്പൽ നിൽക്കുന്നത്. ഇതൂടെ അതിനകത്തോട്ട് ഇടുവാണെങ്കിൽ അല്ലേ, രണ്ടും കൂടെ അല്ല. പക്ഷെ മറ്റേ തന്നെ നിൽക്കുന്നത് നല്ലതല്ലേ? ഒരുപാട് വള്ളങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, പിന്നെ നമ്മൾ വന്ന ആ സൈഡിലും കുറെ വള്ളങ്ങളുണ്ട്. ഇവിടെയൊക്കെ നോക്കിയോ, എല്ലാം ചുറ്റും വെള്ളമാ അല്ലേ? അമ്മയൊക്കെ നടന്നു പോകുന്നുണ്ടോ? രണ്ട് സൈഡിലും വെള്ളമാ. ഇവർക്ക് കുഴപ്പമില്ലായിരിക്കും, നമുക്ക് കാണുമ്പോഴാ പേടിയാന്ന്. ഈ ഇഷ്ടം പോലെ വള്ളക്കാരുണ്ട് കേട്ടോ. ഇവരിങ്ങനെ ഈ ഇതിനകത്തൂടെ തന്നെ കറക്കി ആൾക്കാരെ എല്ലാം കാണിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആളുകൾ. ഇത് ശരിക്കും മറ്റേ കൃഷി ചെയ്യുന്ന പാടം തന്നെയല്ലേ? നെൽകൃഷി ചെയ്യുന്ന പാടമല്ലേ? പണ്ടെല്ലാം കൃഷി ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം അവിടെയെല്ലാം കൃഷിയുണ്ട്. ഇതല്ലാത്ത സമയത്ത്, കൃഷി ചെയ്യുന്നതിന് മുമ്പുള്ള സമയത്ത് ഇങ്ങനെ കയറി കിടക്കുന്നതാന്ന് തോന്നുന്നു. എന്തായാലും നല്ല രസമുണ്ട് കാണാനല്ലേ? നല്ല കളറല്ലേ? ആമ്പലിന്റെ ഒരു കളർ, നല്ലൊരു കളറാ. അതിങ്ങനെ ഇത്രയും സ്ഥലത്ത് കിടക്കുമ്പോഴേ എന്തേലും ആളുകളല്ലേ ഇതെല്ലാം വാങ്ങിച്ചവരല്ലാതെ ഉണ്ടോ വള്ളത്തേലൊക്കെ പൂ വെച്ചിട്ട് പോയിട്ടുണ്ട്. അത് വള്ളത്തെ വെച്ചേക്കുന്ന നമ്മൾ ഓർക്കുന്നതേ, ഈ പൂ ഇങ്ങനെ ആളുകളുടെ കൈ ഇരിക്കുന്നത് കാണുമ്പോഴേ, വീഡിയോക്കകത്ത് കാണുമ്പോൾ ഇത് പറിക്കുന്നതാന്നല്ലോ ഓർക്കുന്നത്. ശരിക്കും ഇത് പറിക്കുന്നതല്ല, ഇവര് കൃഷി ചെയ്യുന്നിടത്തുനിന്ന് പറിച്ചുകൊണ്ടാ നമുക്ക് തരുന്നതാ. ശരിക്കും അവരുടെ ഒരു ജീവിതമാർഗ്ഗം. ആൾക്കാരെ ഇവിടെ എല്ലാം പൂ വിൽക്കാനായിട്ട്. അതെ അതെ അതെ, ഇഷ്ടം പോലെ ആളുകളുണ്ട്. അടുത്തുള്ള ചേച്ചിമാരെല്ലാം അവർക്കൊരു വരുമാന മാർഗം. നമ്മുടെ ബോട്ടിംഗ് ചേട്ടൻ എപ്പോ വരുമോ? 7:30 പറഞ്ഞത്. 7:30 അല്ലേ? വരുന്നവര് രാവിലെ വരണം, അല്ലെങ്കിൽ ഇത് വാടുന്നതിന് മുമ്പേ വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. രാവിലെ വെളുപ്പിന് തുടങ്ങുമെന്ന് തോന്നുന്നു.
ഇത് കണ്ടോ പഴയ ഒരു പാലം അല്ലേ, ആ പണ്ട് ആൾക്കാർ നടന്നുകൊണ്ടിരുന്ന. അതെ. അപ്പൊ അതൊക്കെ പോയി. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, ഒരു ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രമുണ്ട് മലരിക്കൽ, കണ്ടോ ഉള്ള വള്ളം വരുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ടേൺ അനുസരിച്ച് ആ ഉള്ളതില് ഉണ്ടാ വരുന്ന വലിയ വള്ളം കണ്ടോ, ആ ചാൻ എടുക്കുന്നേ, ആ ഉള്ളിൽ ആ വള്ളമാണ് ഉള്ളതിലെ വലിയ വള്ളമാണല്ലോ അത്. നമ്മൾ ബോട്ടെ കയറി, നമുക്കുള്ള ബോട്ട് വന്നു, നമ്മൾ ബോട്ടെ കയറി. ഇച്ചിരി വലിപ്പം കൂടിയ വണ്ടിയാണ് നമ്മുടെ വണ്ടി കടലിൽ പോകുന്ന വണ്ടിയാണ്, കടലിൽ പോകുന്ന വണ്ടിയാണ്. അല്ലല്ല, ഞാൻ ബോട്ടിലെ ചേട്ടനെ വിളിച്ചില്ലായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞേ ചെറിയ വള്ളത്തെ പോയാലും അതിന്റെ മുന്നിലൊന്നും കയറി നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വലിയ വള്ളം അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് റോഡേ പോകുന്ന പോലെ തന്നെ വഴിയുണ്ട് കേട്ടോ, റോഡുണ്ട്. പിന്നല്ല അതിനെ കാളമ്പോളം പോകാനൊന്നും പറ്റില്ല. ഇത് കറക്റ്റ് വഴിയോടെ പോകാൻ പറ്റത്തുള്ളൂ. രണ്ട് സൈഡിലും അമ്പലം നടുകൂടെ വഴിയുണ്ട്. കൊള്ളാമല്ലോ, നല്ല രസമുണ്ട് അവിടെ കാണാനല്ലേ. അതെ, എന്നാണേലും നമ്മൾ ഇത്രയും നാള് കോട്ടയത്ത് വന്നിട്ടേ ഇങ്ങോട്ട് ഇത് കാണാൻ വന്നില്ലല്ലോ. ഇപ്പൊ നല്ല രസമല്ലേ ഈ ഒരു സമയത്ത് വരണം, ജൂൺ ജൂലൈ സമയമാണ്. വള്ളം എടുക്കുന്നവരുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് വള്ളം എടുക്കുന്നവർ ഇച്ചിരി വലിപ്പമുള്ള വള്ളം എടുക്കുകയാണെങ്കിൽ നല്ല നമുക്ക് ഇരുന്ന് നല്ലപോലെ പോയി കണ്ടിട്ട് വരാൻ പറ്റും. എങ്ങനെയുണ്ട് മുന്നേ പോകുന്ന വള്ളമൊക്കെ പോകുന്നുണ്ടോ? നമ്മളെക്കാട്ടിലും മുമ്പേ കുറെ പേര്, ആ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. ആ ഒരു വണ്ടി തിരിച്ചു വരുന്നുണ്ടല്ലേ. ആ ഇവര് പോയി കറങ്ങിയിട്ട് കണ്ടിട്ട് തിരിച്ചു വരുന്നത് കണ്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് ഈ വെള്ള ആമ്പലും ചുമല ആമ്പലും ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തുടങ്ങിയിടത്ത് ചുമല മാത്രമേ ഉള്ളായിരുന്നു. അതെ അതെ, നല്ല രസമാണ്, മിക്സ് ആയിട്ട് നിൽക്കുന്നതാണ് അല്ലേ. ആ ഇവിടെ അല്ലേ, നമ്മുടെ വലിയ ബോട്ടായതുകൊണ്ട് ചെറിയ ബോട്ടിനെ ഓവർടേക്ക് ചെയ്ത് പോവാണോ. നല്ല രസമുണ്ട്. ആ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടോ, ആ ഭാഗം കണ്ടോ, ഇത് കണ്ടോ, ഈ വഴി കണ്ടോ, എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു കേട്ടോ, വന്ന വഴിയിൽ ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ നേരെ ഇതുകൊണ്ട് അവിടെ ഒത്തിരി വള്ളങ്ങൾ ആമ്പലിൻ്റെ നടുക്ക് നിർത്തിയിട്ടിട്ടുണ്ട്, ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട്. നല്ല ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. ഡെസ്റ്റിനേഷൻ നല്ല അടിപൊളിയാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? കൊള്ളാം കൊള്ളാം, അടിപൊളി. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്താണല്ലേ. അതെ അതെ അതെ, അമ്പൽപ്പാടം പൂത്തിളഞ്ഞു കിടക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കയറിയപ്പോഴേ ചേട്ടൻ പിന്നെ എഞ്ചിൻ ഓഫ് ചെയ്ത് മേളിൽ കയറ്റി വെച്ചു. അത് എന്താ ഓടിക്കാൻ സമ്മതിക്കത്തില്ല, പോലെ വരുമ്പോഴത്തേക്ക് അവർക്ക് പൂ കാണണ്ടേ അല്ലേ. ചേട്ടന്റെ പേര്? എന്റെ പേര് ഷിജി. ഇത് പറപ്പിക്കത്തൂല്ലേ? ആ ഇത് അല്ലല്ലോ, ഇത് പറിക്കുകയല്ലോ, പൂ പറപ്പിക്കത്തില്ല. ആ ഇത് നമുക്ക് കിട്ടുന്നല്ല, അവര് പിന്നെ വേറെ കൃഷി ചെയ്യുന്ന പോലെ. പിന്നെ അവര് വേറെ അങ്ങപ്പുറത്തൊക്കെ വേറെ പാടത്തുണ്ട്, ഉണ്ട് കുറച്ച് അത് അവര് പറിച്ചോണ്ട് വന്നു. കുറച്ചേ ഉള്ളൂ. ഇത് ശകലാണോ, ഇത് കണ്ടോ, ഇത് എത്ര ഏക്കറാ അല്ലേ, 400 ഏക്കർ നിറഞ്ഞു കിടക്കുക. അതെ അതെ അതെ, ശരിക്കും പറഞ്ഞാൽ വരുന്ന ആളുകൾ ആദ്യം അവിടെ നിർത്തുന്നവരെ അവരങ്ങ് കൊണ്ടുപോകും. കുറച്ച് ഏരിയയിലും അവര് പറയുന്നത് അത് 100 രൂപയേ ഉള്ളൂ കറിക്കോളെന്നാ പറയുന്നത്. ഇത് പിന്നെ ഞങ്ങളിപ്പോ 1000 രൂപ മേടിക്കുന്നത്, നമ്മൾ മേടിക്കുന്ന അല്ല, ഇത് പഞ്ചായത്തിന് തീരുമാനം, പഞ്ചായത്തിന്റെ. നമ്മളല്ല ഇതിനകത്തെ കാര്യങ്ങളൊന്നും തീരുമാനിക്കും. പക്ഷെ അതുകൊണ്ട് ഇത്ര ഏരിയ ഉണ്ട്. ഇനിയിപ്പോ ഓണത്തോടു കൂടി ഇത് കളയും. ഞങ്ങള് കൃഷി ചെയ്യും, നെൽകൃഷി ചെയ്യുന്ന പാടാ. അത് കഴിയുമ്പോ അടുത്ത ഇത് കഴിയുമ്പോ ഇത് കിളത്ത് വരും. വീണ്ടും ഇതുപോലെ തന്നെയാവും. ഇതിനകത്ത് സാറേ, ഇതിനകത്ത് എന്നാ ഈ പൂവില്ലേ, പൂ ഒരു കായ, ഈ പൂ ഇതിനകത്തൊരു കായ, പൂവിനകത്ത് ആ കാ മൂത്ത് പഴുത്താണ് ഈ സാധനം. ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത് പഴുത്ത് കഴിയുമ്പോ മണ്ണിലോട്ട് വീഴുക. ആ സാധനം ഞങ്ങളുടെ ഈ മണ്ണിന്റെ കൂടെ നഷ്ടപ്പെട്ടു പോകത്തില്ല, അതവിടെ കിടക്കും, വീണ്ടും കിളും. ഇത് തന്നെയാണ് സംവിധാനം. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണ്ട. അടുത്ത കൃഷി കഴിയുമ്പോൾ നമ്മളിപ്പോ കണ്ടത്തിൽ നെല്ല് വളയിടുകയാണ്, ആ വളവല്ല നെല്ല് മുഴുവൻ ഒന്നും വലിച്ചെടുക്കത്തില്ല, അതിവിടെ കണ്ടത് കിടക്കുക. അത് തിരിച്ച് ഇവര് കയറി വരുമ്പോ ഇവര് പിടിപെട്ടങ്ങ് കയറി വരും, ഇവരെടുക്കും മുഴുവൻ. ഇത് ഞങ്ങൾക്ക് വളവോ, ഞങ്ങളിത് വലിച്ചു കഴിയുമ്പോ ഇത് ചീഞ്ഞ് ആ വെള്ളത്തിലോട്ട് താഴുക. അപ്പൊ ഇത് വീണ്ടും വളവാ, അതും വള എല്ലാം ഗുണത്തിനാ എന്നാ പറയാൻ. അതെ അതെ.
ഇന്നിപ്പോ ആള് കുറവാണോ? ഇല്ല ഇന്ന് ഇപ്പൊ കുറവാണ്. അതാ ഞങ്ങളുടെ ക്ഷേത്രം അതേത്. ഓ അതല്ലേ. അതാ വലിയ വീട്ടിലമ്പലം എന്ന് പറയും. വലിയ വീട്ടിൽ അമ്പലം ദേവീക്ഷേത്രം. ദേവീക്ഷേത്രം. ഓ അത് ഈ മലരിക്കലെ ക്ഷേത്രമാണ്. പിന്നെ അങ്ങോട്ട് പോണെങ്കിൽ റോഡൊക്കെ നമുക്ക് അപ്പുറം നമ്മള് വന്ന വഴി ഇങ്ങോട്ട് കയറിയില്ലേ, അവിടെ നേരെ അങ്ങോട്ട് പോയാൽ മതി. അതെല്ലേ. ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റിനും ഒക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഒരു സമയത്തല്ലേ ഇത് കിട്ടുള്ളൂ, അതുകൊണ്ടേ. അതെ അതെ അതെ. അല്ല അത് മാത്രമല്ല കേട്ടോ, ഈ അതുകൊണ്ട് 2 ബോട്ട്, ഒരു ബോട്ട് കേടായിട്ട് ഒരു ബോട്ട് ഒരു ചേട്ടൻ പിടിച്ചു. അല്ലല്ല, അത് അവര് ഫോട്ടോഷൂട്ടിന് വേണ്ടി ചോദിച്ചു വാങ്ങിച്ചതാ, ചെറിയ വെള്ളം. ആണോ? ഓ കറുത്ത വെള്ളമില്ലേ. ഞാൻ ഓർത്തു ആ പുള്ളി ആ വള്ളത്തെ പിടിച്ചോണ്ടെങ്കിൽ പോരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞു വാങ്ങിച്ചത്. ഓ അപ്പൊ ഈ ഇതേ കയറി ഇരുന്നിട്ട് ഇനി ഷൂട്ട് ചെയ്യും. അത് മറ്റേ കറുത്ത വെള്ളം എന്ന് പറയുമ്പോ ഒരു പ്രത്യേക ഇതല്ലേ. ഓ കൊതുമ്പ് വെള്ളം. അതാ കൊതുമ്പ് വെള്ളം എന്ന് പറയും. അതന്നെ. നമുക്ക് ഈ വണ്ടിയെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഫോട്ടോഷൂട്ടിന് ഇഷ്ടം പോലെ ആള് വരുന്നുണ്ട്. അല്ലാതെ ഉണ്ട് കേട്ടോ. കുറച്ച് എനിക്ക് തോന്നുന്നു സമയം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടുതൽ വരാൻ. ഇതിപ്പോ വെയിലടിക്കുന്നതോറും കൂമ്പാൻ തുടങ്ങിയല്ലേ. 10 മണിയാകുമ്പോഴത്തേക്കിനും മൊത്തം 10:30 മൊത്തം കൂമ്പെത്തി. വെയില് അടയും. ഇത് തന്നെയാ പിന്നെ നാളെ രാവിലെ വിടരും. അപ്പൊ കൊറേ നാളത്തേക്കുണ്ട് ആമ്പലും സൂര്യനും. ഇതിങ്ങനെ കൊറേ നാളുകൾ നിൽക്കും. 2-3 മാസം അറിഞ്ഞത്. ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും സീസൺ കഴിയും. ജൂൺ ജൂലൈ ഓഗസ്റ്റ്. നേരെ വെളുത്ത വെയിലങ്ങ് ഉദിച്ചു വരുമ്പോഴത്തേക്കിനും നല്ല രസമുണ്ട് കാണാനല്ലേ. അതെ, വെട്ട പിടിച്ച പഴിച്ചിലൂടെ ഈ പൂവിന്റെ കളർ ഒന്നുകൂടെ അങ്ങ് ഇതായത്. അതെ അതെ. പക്ഷെ വെയിൽ ആ ഏരിയ ഉണ്ട് നല്ല. നമുക്ക് വള്ളത്തെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ആമ്പല് കൂടുതലുള്ളിടത്ത് വന്നിട്ട് കുറെ സമയം ഇങ്ങനെ അതിനകത്ത് കിടക്കും. അതെ അതെ അതെ. പിന്നെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത്. നമ്മൾ പറയുമ്പോഴേ തിരിച്ചു പോകുന്നത്. 1 മണിക്കൂർ സ്റ്റേ ഉണ്ട്. 1 മണിക്കൂർ സമയമുണ്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ. കുറച്ച് വലിപ്പമുള്ള വള്ളമാണെങ്കിൽ ഇരുന്ന് പോകാനൊക്കെ സൗകര്യമുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കാണുന്നതല്ലേ, നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി എന്ന് പറഞ്ഞാലേ. അത് ശരിയാ. ഇങ്ങനെ എല്ലാ കാര്യവും അങ്ങനെയല്ലേ അല്ലേ. നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ കൂടുതലാണ്. അതത്രയും നമുക്ക് ഈ ഫോണിനകത്ത് എടുക്കാൻ പറ്റും. മനുഷ്യന്റെ കണ്ണിനകത്തൂടെ കാണുന്ന പോലെ തന്നെ ലൈവ് കണ്ടോണ്ടിരിക്കുമല്ലേ. ഈ താമരയുടെ തണ്ടിന് കണ്ടോ പൊക്കം കൂടുതലുണ്ട്. വെള്ളത്തിൽ നിന്ന് അത്രയും പൊങ്ങിയായി പൂ നിൽക്കുന്നത്. താമരയല്ല, ആമ്പൽ. മാറിപ്പോരുത്, താമര എങ്ങാനും കേട്ടാ. അതെ അതെ. ഇപ്പൊ എല്ലാരും വീടുകളിലും താമര വളർത്തുന്നുണ്ട്. ബേസിനകത്തൊക്കെ വിത്ത് മേടിക്കാൻ കിട്ടും. അതിട്ടിട്ട് എന്താ നമ്മള് ഹൈവേ കൂടെ ആട്ടോ പോകുന്നത്. അപ്പോൾ ആമ്പൽ വസന്തമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും വന്ന് കാണുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.